ഈശ്വര, നിവൃത്തിയുടെ കൊണ്ട് ആ പൊടി വാങ്ങി കുടിച്ചത്. എന്തൊരെരിച്ചില, വയറൊക്കെ നീറുന്ന പോലെ. ഇനി ശ്യാമയെപ്പോലെ തളർന്നു വീഴുവോ? എന്നാല് ഈ അവസ്ഥയിൽ എന്നെ ആരും ഹോസ്പിറ്റലിൽ പോലും ആക്കില്ല. ഇവിടെ കിടന്ന് ചാവത്തേ ഉള്ളൂ. ഇവിടെ എല്ലാവർക്കും ഇപ്പോ എന്നോട് അത്രയ്ക്ക് വെറുപ്പാ. പ്രശ്നാവുന്ന തോന്നുന്നേ. എന്ത് സംഭവിച്ചാലും ഇങ്ങനെ എനിക്കിവിടെ പിടിച്ചു നിന്നേ പറ്റൂ. എന്തായാലും കുറച്ച് തൈര് എടുത്ത് കുടിക്കാം, അപ്പൊ വലിയ പ്രശ്നം ഉണ്ടാവില്ല. നമസ്കാരം അച്ഛ. നമസ്കാരം അമ്മേ. നമസ്കാരം. അതെ, ബഹുമാനം കൊണ്ടാ. അച്ഛനും അമ്മയും അത്രയ്ക്ക് ബഹുമാനിക്കണമല്ലോ. പിന്നെ ബഹുമാനിക്കണം. വിഷം കലക്കി കുടിപ്പിക്കാതിരുന്നാ മതി നീ. അരുണേട്ടാ, ചായ എടുത്തു തരട്ടെ? അയ്യോ, എനിക്ക് ഹോസ്പിറ്റലിൽ കിടക്കാൻ ഒട്ടും താല്പര്യമില്ല. ഈ അരുണേട്ടന്റെ ഒരു തമാശയെ. അച്ഛാ, ദേ ഇവള് വീണ്ടും നാടകമായിട്ട് വരിക. നീ ശ്യാമയെ കണ്ടോ? അവള് നിനക്ക് മാപ്പ് തന്നോ? ആ പിന്നെ, ഞാൻ ശ്യാമയെ കണ്ടിട്ട് വരുവാ. അവൾക്കും അഗിക്കും ഒരു പ്രശ്നവുമില്ല. ഐശ്വര്യടത്തേക്ക് ഒരബദ്ധം പറ്റിയതല്ലേ, സാരമില്ല, പോട്ടെ. മാപ്പൊന്നും എന്നോട് പറയണ്ടെന്ന ശ്യാമ പറഞ്ഞത്. അച്ഛാ, ദേ ഇവള് പറയുന്നത് വിശ്വസിക്കരുത്. എന്നിട്ട് ശ്യാമ എവിടെ? ശ്യാമയാകിയും റൂമിലുണ്ട്. എന്നാ ശ്യാമയൊന്ന് വിളിക്ക. എന്താ പറഞ്ഞതെന്ന് എനിക്ക് അറിയണമല്ലോ. ഒന്നും വേണ്ട, ഞാൻ പറഞ്ഞില്ലേ, അവർക്ക് എന്നോട് ദേഷ്യമൊന്നുമില്ല. എനിക്ക് വിശ്വാസം പോരാ. അമൃത, ശ്യാമയെ വിളിക്ക. കാര്യങ്ങൾ ശ്യാമ പറയട്ടെ. ശരി അച്ഛ. എന്നാ ഞാനൊന്ന് കിച്ചണിലേക്ക് ചെല്ലട്ടെ, കുറച്ച് വെള്ളം കുടിക്കണം. അത് പിന്നെ ആകാം. ആദ്യം ശ്യാമ വരട്ടെ. അച്ഛാ, ഇതൊരു മാപ്പ് കൊണ്ട് തീരുന്ന കാര്യമല്ല. ഇവളെ ഇനിയും ഈ വീട്ടിൽ നിർത്താൻ പറ്റില്ല. പോലീസിനെ ഏൽപ്പിക്കുക ചെയ്യേണ്ടത്. ശ്യാമയെ മാത്രമല്ല, വയറ്റിൽ കിടക്കുന്ന ഒരു പിഞ്ചു കുഞ്ഞിനെയും കൂടി വിഷം കൊടുത്ത് കൊല്ലാൻ ഒരുങ്ങിയവക്ക് പറ്റിയ സ്ഥലം ജയിലാ. അരുണേ, ബഹളമൊന്നും വേണ്ട. ശ്യാമ വരട്ടെ. എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടല്ലോ. ഏട്ടാ, എന്ത് പരിഹാരം? ശ്യാമയ്ക്കും ആ കുഞ്ഞിനും എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? ഇങ്ങനെയുള്ളവരെ തെളിവ് സഹിതം ആ നിമിഷം പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുക ചെയ്യേണ്ടത്. ശ്യാമയെത്തിയല്ലോ. മോളെ, ഐശ്വര്യ നിന്നോട് എന്താ പറഞ്ഞേ? നീ അവളോട് ക്ഷമിച്ചെന്ന് പറഞ്ഞോ? പറഞ്ഞു. അതിന് അഖി എന്നെ കൊണ്ട് പ്രായശ്ചിത്തം ചെയ്യിച്ചു. എന്ത് പ്രായശ്ചിത്തം? അല്ല, മാപ്പ് പറയുന്നതും പ്രായശ്ചിത്താണല്ലോ. അരുണേട്ടനെ ഈ കുടുംബത്തെയും കരുതി ഒരു തവണ നമുക്ക് ക്ഷമിക്കാച്ചാ.
ശ്യാമേ, അത് വേണ്ട. എന്നെ കരുതി ഇവിടെ ഒരു ക്ഷമയുടെ ആവശ്യമില്ല. ഇവളെ ഇപ്പൊ തന്നെ ഇവിടെ ഇറക്കി വിടണം. ശ്യാമ അത്രയ്ക്ക് മാത്രം അനുഭവിച്ചത്. അറിയേട്ടാ, എല്ലാവരുടെയും പ്രാർത്ഥനയും കൃഷ്ണന്റെ അനുഗ്രഹം കൊണ്ട് ഞാനും എന്റെ കുഞ്ഞ് രക്ഷപ്പെട്ടല്ലോ. അപ്പോ ഭഗവാന്റെ ആ കരുണ നമുക്ക് തിരിച്ചും കാണിക്കണ്ടേ? ശ്യാമ എന്താ ഇങ്ങനെ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അരുൺ, ശ്യാമ പറഞ്ഞത് കേട്ടില്ലേ? ഒരു തവണത്തേക്ക് ക്ഷമിച്ചേക്ക്. മനുഷ്യരല്ലേ, തെറ്റുപറ്റാത്ത ആരാ ഉള്ളത്? തിരുത്താൻ ഒരു അവസരം അത് നമ്മൾ കൊടുക്കണം. ഏട്ടാ, പറഞ്ഞത് കേട്ടല്ലോ. ഇനി നീ ഈ വീട്ടിൽ നിൽക്കുന്നത് ശ്യാമയുടെ അവതാരത്തിലാണ്. മനസ്സിലായോ? ഇനി ശ്യാമയോടെന്നല്ല, ഈ വീട്ടിൽ ആരോടായാലും ഒരു നോട്ടം കൊണ്ടെങ്കിലും നിന്റെ ഭാഗത്തു നിന്ന് ഒരു തെറ്റുണ്ടായാൽ ആ നിമിഷം നീ പടിക്ക് പുറത്താണ്. ഓർത്തോ? ഇത് ഐശ്വര്യക്കുള്ള ലാസ്റ്റ് വാർണിംഗ് ആണ്, മറക്കണ്ട. അച്ഛനും അമ്മയും ശ്യാമയും എല്ലാവരും ഐശ്വര്യോട് ക്ഷമിച്ചിരിക്കുക. പക്ഷേ ഇവളെ കൊണ്ട് അനുഭവിക്കുന്നത് മുഴുവൻ ഞാനല്ലേ? ഇനിയും ഇവളോട് നിന്നാ വിഷം കലക്കി തരുന്നത് ആദ്യം എനിക്കായിരിക്കും. ഐശ്വര്യ ഇവിടുന്ന് ഒഴിവാക്കാൻ വേറെ വഴി നോക്കണം. ശ്യാമ, പോ. വന്നേ. ഇവിടെ എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തി കഴിഞ്ഞു. ഇല്ല, ഐശ്വര്യ അങ്ങനെ തോറ്റു കൊടുക്കില്ല. വരട്ടെ, വേണ്ടതെന്താന്ന് എനിക്കറിയാം. ഈശ്വര, ഈ വീട്ടിൽ എനിക്ക് ഇത്ര അപമാനം. ഈ ഭൂമി പിളർന്നങ്ങ് മറഞ്ഞു പോയാ മതിയായിരുന്നു. ആ പൊടി ചതിച്ചെന്നാ തോന്നുന്നേ. വല്ലാത്ത വയറുവേദന. അമ്മയ്ക്ക് എന്നോട് ദേഷ്യാണോ? അമ്മ, ഇവിടുത്തെ എല്ലാരും പറയുന്ന പോലെ നല്ല കാര്യങ്ങള്. അമ്മ അത് മനസ്സിലാക്കണം. അമ്മയെ ഞാൻ അങ്ങനെ കുറ്റക്കാരിയാക്കുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? എന്റെ സ്വന്തം അമ്മ തന്നെയല്ലേ വസുന്ധരാമ്മ. അമ്മ എന്നോട് ദേഷ്യം കാണിച്ച എനിക്ക് സഹിക്കില്ല. അപ്പൊ ഞാൻ അറിയാത്ത കാര്യങ്ങൾ ഇവിടെ നടന്നോ? അതേ അമ്മേ, നടന്നു. ഇതെല്ലാം ആ ശ്യാമ ഒരുത്തിയുടെ പ്ലാനിങ്ങാ. പ്ലാനിങ്ങോ? അതേ അമ്മേ, അവള് അമ്മ എന്നെയും ചതിക്കാൻ വേണ്ടി എവിടുന്നോ ഒരു പൊടി കൊണ്ടുവന്ന് ഓട്സിൽ കലക്കി കുടിച്ചതാ. എന്നിട്ട് ബാക്കി വന്നത് എന്റെ ബാഗിലും കൊണ്ടുവച്ചു.
അതെയോ? അത് ഞാൻ അറിഞ്ഞില്ല. അതാണ് അമ്മേ ശരിക്കും സംഭവിച്ചത്. നമ്മള് വെറുതെ കുറ്റക്കാരായി. ശ്യാമ നമ്മളെ മനഃപൂർവ്വം കുറ്റക്കാരാക്കി. വിഷപ്പൊടി എവിടെന്നോ കൊണ്ടുവന്ന് ശ്യാമ കുടിച്ചു. ആ അതാ സത്യം. വയറ്റിലുള്ള സ്വന്തം കുഞ്ഞിനെ കൊന്ന് നമ്മളോടുള്ള പ്രതികാരം വീട്ടാൻ. അവൾ അതും ചെയ്യും, അതിനപ്പുറം ചെയ്യും. വിഷം കുടിച്ച് കുഞ്ഞു അവളും മരിച്ചാലും പ്രശ്നമില്ല. പക്ഷെ അവൾക്ക് നമ്മളെ പ്രതികളാക്കണം, അല്ലേ? അത് ഇനി നീ പറയുന്നത് ഞാൻ വിശ്വസിക്കണോ, അല്ലേ? ഞാൻ എന്റെ സ്വന്തം അമ്മയോട് കള്ളം പറയോ? ഇല്ലല്ലോ. സ്വന്തം അമ്മ, അമ്മയേക്കാൾ സ്നേഹം. ഞാൻ അമ്മയ്ക്ക് വേണ്ടി ചാവും കുത്തും കൊല്ലും. ചക്കരയമ്മ, പാൽക്കട്ടി. എന്തൊക്കെയാ പലപ്പോഴായിട്ട് നീ എന്നോട് പറഞ്ഞിട്ടുള്ളേ? എല്ലാം സത്യമാണല്ലോ. എനിക്കൊരു മോളില്ലാത്തതാ. അപ്പോ ഒരു മോളുടെ സ്നേഹം നീ എനിക്ക് തരുന്നുണ്ടല്ലോ. എല്ലാം ഞാനങ്ങ് വിശ്വസിച്ചു പോയി. അമ്മ, എനിക്ക് നിന്നോടുള്ള സ്നേഹവും വിശ്വാസവും എല്ലാ സന്ദർഭത്തിനനുസരിച്ച് നീ മുതലെടുത്തു. നീ അപ്പപ്പോ എനിക്ക് ഓതി തന്നതെല്ലാം ഞാൻ കണ്ണടച്ച് വിശ്വസിച്ചു. എനിക്ക് ശ്യാമയോട് കുറച്ച് നീരസം തോന്നിയപ്പോ നീ അതിനെ ഊതി വീർപ്പിച്ചു. ആ ഇഷ്ടക്കേട് പരമാവധി നീ മുതലാക്കി, അല്ലേ? ഇത്രയും നാള് ഞാൻ നിന്റെ കയ്യിലെ വെറും ഒരു പാവയായിരുന്നു എന്ന് ഇപ്പൊ മനസ്സിലായി. നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നീ എന്നെ കളിപ്പിക്കുകയായിരുന്നു. ഒടുവിൽ നീ എന്നെ ജയിലിൽ കയറ്റാനും നോക്കി. വേണം, ഇങ്ങനെ തന്നെ വേണം. നിന്റെ വാക്ക് കേട്ട് ശ്യാമയെ ദ്രോഹിച്ച എനിക്ക് ഇങ്ങനെ തന്നെ വേണം. ഒരു മകളെ പോലെ നിന്നെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത ഒരമ്മയ്ക്ക് ആ സ്നേഹം ഇങ്ങനെ തന്നെ തിരിച്ചു കൊടുക്കണം. അമ്മേ, അമ്മേ, ഞാൻ ആകെ തളർന്നു നിൽക്കുക. മരിച്ചു കളഞ്ഞാലോ എന്ന് വരെ എനിക്ക് തോന്നുക. ഈ ഒരു അവസ്ഥയില് അമ്മ കൂടെ എന്നിങ്ങനെ വേദനിപ്പിക്കരുത്. മരിക്കണമെന്ന് വെറുതെ തോന്നുന്ന എന്തിനാ? ഇതിനേക്കാളും നല്ലത് നീ അതങ്ങ് ചെയ്യ്. ബാക്കിയുള്ളവർക്കെങ്കിലും സമാധാനം കിട്ടുമല്ലോ. എന്റെ അമ്മ തന്നെയാണോ ഈ പറയുന്നത്? എന്റെ മോള് തന്നെയാണോ മരുമകൾക്ക് വിഷം കൊടുത്തവളായി എന്നെ ജയിലിൽ കയറ്റാൻ നോക്കിയത്? ഈ കുടുംബത്തിന്റെ അന്തസ്സോർത്ത ഞാൻ നിന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാത്തെ. ഇല്ലെങ്കിൽ നീ ആ പാതകം ചെയ്തു എന്നറിഞ്ഞ നിമിഷം ഞാനത് ചെയ്തേനെ. ഇനി മേലാൽ അമ്മയെന്നും വിളിച്ച് എന്റെ പിന്നാലെ വന്നേക്കരുത്, പറഞ്ഞേക്കാം. പിന്നെ ഇനി ഇതുപോലെ എന്തെങ്കിലും ക്രൂരത കാണിച്ച പോലീസ് കേസ് എടുപ്പിച്ച് നിന്നെ ഞാൻ ജയിലിലേക്ക് അയക്കും. അടങ്ങി ഒതുങ്ങി ഇവിടെ കഴിഞ്ഞോണം, മനസ്സിലായോ? ഈശ്വര, ഞാനിനി എന്താ ചെയ്യാ? അയ്യോ, ദൈവമേ, എന്റെ വയറ് കുത്തി വലിക്കുന്നു. ആ പൊടി ഇത്ര പ്രശ്നമായിരുന്നു. എനിക്ക് എന്തെങ്കിലും സംഭവിക്കോ ഭഗവാനെ? അമ്മേ, എന്താ? ഐശ്വര്യ കണ്ടോ? അമ്മേ, എന്നാ ഞാനൊന്ന് പോയി നോക്കിട്ട് വരാം. ഉം.
ഐശ്വര്യ അയ്യോ എന്താ ഐശ്വര്യ? അല്ലാത്ത മനം പുരട്ടല് പോലെ. എന്നാ കുറച്ചു നേരം നീ പോയി റെസ്റ്റ് എടുക്ക്. വാ. വേണ്ട, ഒന്നും വേണ്ട. ഞാൻ എവിടെങ്കിലും ചെന്ന് ചത്തോളാം. ഐശ്വര്യ അമ്മേ, ഐശ്വര്യം പ്രഗ്നന്റ് ആണെന്നാ തോന്നുന്നേ. ആണോ? ആ കണ്ടില്ലേ, അതിന്റെ ലക്ഷണമാണെന്നാ തോന്നുന്നേ. ആ എനിക്കും അങ്ങനെ തോന്നുന്നു. എന്തായാലും അമ്മ ഇനി കൂടുതൽ ഐശ്വര്യ വഴക്ക് പറയാനൊന്നും നിൽക്കണ്ട. ആ അവള് മറ്റൊരു പെൺകുട്ടിയുടെ ഗർഭം കളയാൻ നോക്കിയവളാ. അതമ്മേ, അതൊരു വലിയ തെറ്റ് തന്നെയാ. സമ്മതിച്ചു. അതാവും ദൈവം ഇപ്പോ അവൾക്കും ഒരു കുഞ്ഞിനെ കൊടുക്കാൻ പോകുന്നേ. ഇനി ഒരു കുഞ്ഞിന്റെ വില എന്താണെന്ന് ശരിക്കും ഐശ്വര്യ അറിയും. അയ്യോ സർ, എനിക്ക് ചായ ഇങ്ങോട്ട് എടുത്തോ. ഞാൻ കിച്ചണിൽ ചെന്ന് എടുത്ത് കുടിക്കില്ലായിരുന്നോ? ഞാൻ ചായ കൊണ്ടുവന്ന പ്രശ്നം എന്താ? ദാ, കുടിച്ചോ. സാറ് ചായ കുടിച്ചായിരുന്നോ? ആ ഞാൻ കുടിച്ചു. ശ്യാമ കുടിക്ക. ആ ടാബ്ലറ്റ് കഴിച്ച ശേഷം വൊമിറ്റിംഗ് പ്രശ്നമില്ലല്ലേ? ആ കുറവുണ്ട്. അല്ല, ഐശ്വര്യടുത്ത് പിന്നെ കണ്ടില്ലല്ലോ. ആ പൊടി കുടിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തോ ഇടയ്ക്ക് ഐശ്വര്യ എടുത്ത് വൊമിറ്റ് ചെയ്തെന്നോ മറ്റോ അമ്മയും അമൃത എടുത്ത് സംസാരിക്കുന്നത് കേട്ടു. വേറെ വലിയ പ്രശ്നമൊന്നും ഇല്ലെന്നാ തോന്നുന്നേ. ഇനിയാണ് ശ്യാമ കൂടുതൽ സൂക്ഷിക്കേണ്ടത്. ഐശ്വര്യ അടുത്തേക്ക് വാശി കൂടും. ഇത് ഐശ്വര്യടുത്തയുടെ മാത്രം പ്ലാനിങ് അല്ലെന്നാ തോന്നുന്നത്. ഇതിന് പിന്നിൽ മറ്റാരോ ഉണ്ട്. അരുന്ധതിയും വിസ്മയാവും. അവർക്ക് ആ ശ്യാമയുടെ അത്ര വാശി. അല്ല, വിസ്മയ ഇപ്പോ വാശി കാണിക്കാനുള്ള മാനസികാവസ്ഥയിലൊന്നും അല്ല. തലയ്ക്ക് സുഖമില്ലാത്ത മകളെ ശുശ്രൂഷിക്കുന്ന തിരക്കില അരുന്ധതി മാഡോ. അവരാവാൻ ചാൻസ് ഒന്നുമില്ല. പിന്നെ അങ്ങനെ ശ്യാമയ്ക്ക് പുതിയ ശത്രു ആരാ? ഉണ്ട്, ആരും ഉണ്ട്. ഐശ്വര്യത്തെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത് ആ ആളാ. ശ്യാമ അവരെ കണ്ടോ? ഇല്ല, ഐശ്വര്യത്തെ മറിഞ്ഞു നിന്ന് പലപ്പോഴും ആർക്കോ ഫോൺ ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഒന്നും അത്ര വ്യക്തമായില്ലെങ്കിലും അങ്ങനെ ഒരു പുതിയ സഹായി ഐശ്വര്യത്തേക്കുണ്ട്. അതെനിക്ക് ഉറപ്പാ. അപ്പൊ ഇനി ശ്യാമ കൂടുതൽ സൂക്ഷിക്കണം. സൂക്ഷിക്കണം. നമ്മുടെ കുഞ്ഞ് നമുക്ക് പ്രധാന. അത്രയ്ക്കും സൂക്ഷിക്കണം. ദൈവമേ, എന്തൊരു വേദനയാ. എന്റെ വിഷമം ഞാൻ ആരോടാ പറയാ? ശ്ശോ, ഈ പൊടി ഇത്രയും വേദനയുണ്ടോ? സഹിക്കുന്നില്ലല്ലോ ശുര. എന്റെ ഭഗവാനെ. അതൊക്കെ നടക്കണോ? ഏയ് സാരമില്ല, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. എന്നാലും സൂക്ഷിക്കണം കേട്ടോ. ആ സർ. മിസ്റ്റർ അഖിൽ, ശ്യാമയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? സർ, വേറെ പ്രശ്നമൊന്നുമില്ല. ഓ നന്നായി. ശ്യാമ അടുത്തുണ്ടോ? ഫോണൊന്നും കൊടുക്കാമോ? ആ സർ, ഇവിടെ അടുത്തുണ്ട്, ഞാൻ കൊടുക്കാം. സംഗീത സംവിധായകന, സംസാരിക്കാം. ഹലോ സർ. ശ്യാമേ, ബുദ്ധിമുട്ടിക്കുകയാണെന്ന് വിചാരിക്കരുത്. സിനിമയുടെ ഷൂട്ടിംഗ് ഉടനെ തുടങ്ങണം.
അതിനു മുമ്പ് പാട്ടുകളുടെ റെക്കോർഡിംഗ് പൂർത്തിയാക്കേണ്ടി വരും. ശരി സർ. ശ്യാമ പാടാൻ ഓക്കെ അല്ലേ? ഇപ്പൊ വേറെ പ്രോബ്ലം ഒന്നും ഇല്ല സർ. വേദന കുറവുണ്ട്. ഡോക്ടറോടും കൂടി ഒന്ന് ചോദിച്ചാൽ മതി. അപ്പോ ഡോക്ടറോട് സംസാരിച്ചിട്ട് കുറച്ച് കഴിഞ്ഞൊന്ന് വിളിക്കുമല്ലോ അല്ലേ? അതെ സർ, തീർച്ചയായിട്ടും വിളിക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. താങ്ക് യു ശ്യാമേ. ഓക്കെ ശരി സർ. അന്ന് വന്ന സിനിമയുടെ ആൾക്കാരെ വിളിച്ച് എനിക്ക് സുഖമായെങ്കിൽ ഉടനെ തന്നെ റെക്കോർഡിംഗ് വെക്കാന്ന് പറഞ്ഞു. അല്ല മാം, ഇപ്പൊ എനിക്ക് വേദന കുറവുണ്ട്. പാടാൻ വേറെ പ്രയാസമൊന്നുമില്ല. എന്തായാലും സൂക്ഷിക്കണം. ഡോക്ടറെ വിളിച്ചിട്ട് അറിയിക്കാന്നാ പറഞ്ഞത്. അത് മതി. ഈ സമയത്ത് കൂടുതൽ സ്ട്രെയിൻ ചെയ്യാൻ പാടില്ല. അമ്മേ, ഞാൻ ഡോക്ടറെ ഒന്ന് വിളിച്ച് ചോദിക്കാം. പോണിങ്ങ. ഐശ്വര്യ, എന്താ അവിടെ? അമ്മ, അതമ്മേ, ഞാനിവിടെ വെറുതെ. എന്താടി ന്യൂസ് പിടിക്കാനാ? എന്താ നീ മുഖം വീർപ്പിച്ച് കാണിക്കുന്നേ? ഞാൻ ചോദിച്ച ഇഷ്ടായില്ലേ? അതമ്മേ, ഞാൻ വെറുതെ.